ഹായ്, കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് 24 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പഴയങ്ങാടി എന്നൊരു ചെറു പട്ടണം കാണാം. പഴയങ്ങാടി പട്ടണത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കരകവിഞ്ഞൊഴുകുന്ന പഴയങ്ങാടി പുഴയും അതിൻ്റെ തീരത്തുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു NMC Viewfinder. പഴയങ്ങാടിപ്പുഴ അതിമനോഹരം തന്നെയാണ്. പഴയങ്ങാടിപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ കണ്ടൽക്കാടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പഴയങ്ങാടിപ്പുഴയുടെ തീരത്ത് കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ചത് കല്ലേൽ പൊക്കണൻ എന്ന പ്രകൃതി സ്നേഹിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. കല്ലേൽ പൊക്കണൻ വെച്ച് പിടിപ്പിച്ച കണ്ടൽക്കാട് ഇന്ന് പല ജീവജാലങ്ങൾക്കും ഒരു ആശ്രയമാണ്. മുട്ടയിടാനും കൂടുകൂട്ടാനും പക്ഷികളും മീനുകളും ഈ കണ്ടൽക്കാടിനെ ആശ്രയിക്കുന്നു. ഈ നിമിഷത്തിൽ കല്ലേൽ പൊക്കണൻ എന്ന പ്രകൃതി സ്നേഹിയെ സ്മരിച്ചു പോവുകയാണ്. ഇവിടെ കാണുന്ന ഓരോ മരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഒരുപാട് വർഷത്തെ കഥകൾ പറയാനുണ്ട്. പുഴ മത്സ്യത്തിൻ്റെ വലിയൊരു കലവറ തന്നെയാണ് പഴയങ്ങാടിപ്പുഴ. മീൻപിടുത്തം വിനോദമാക്കിയവരും അതേപോലെ തന്നെ ഉപജീവന മാർഗമാക്കിയവരും ഒരേപോലെ ഈ തീരത്ത് കാണാൻ സാധിക്കും. പഴയങ്ങാടിപ്പുഴയിൽ നിന്ന് നോക്കുമ്പോൾ മാടായിപ്പാറയുടെ ഏതാനും ഭാഗങ്ങളും അതേപോലെ തന്നെ പഴയങ്ങാടി പാലവും കാണാൻ സാധിക്കും. താവം എന്ന ഗ്രാമത്തിനെയും പഴയങ്ങാടി എന്ന നഗരത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പാലമാണ് പഴയങ്ങാടി പാലം. കല്ലേൻ പൊക്കണൻ നട്ടുവളർത്തിയ കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത്. മീൻ പിടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഷെഡുകളാണ് ഇവിടെ കാണുന്നത്. കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഒരുപാട് ടൂറിസം പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ പ്രായഭേദമന്യേ ആൾക്കാർ ഇവിടെ വ്യായാമം ചെയ്യുവാനും നടക്കുവാനും അതോടൊപ്പം പുഴയെ നോക്കിയിരുന്ന് സമയം ചിലവഴിക്കാനും കുടുംബസമേതമായും അല്ലാതെയും ആൾക്കാർ ഈ പുഴയുടെ തീരത്തെത്തുന്നു. പുഴയെ അഭിമുഖീകരിച്ചിരുന്നു കൊണ്ട് സമയം ചിലവഴിക്കാൻ ഇരിപ്പിടങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്.
കണ്ണൂർ ഭാഗത്തേക്ക് നിങ്ങൾ വരുമ്പോഴും ഈ സ്ഥലം സന്ദർശിക്കാതെ പോകരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും വ്യത്യസ്തമായ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം NMC Viewfinder.